Debate with Dr. Arun Kumar. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് വീഴ്ചയെന്ന് പ്രതിപക്ഷം. കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം എങ്ങും എത്തിയിട്ടില്ല. മുഖ്യപ്രതികളിൽ ഒരാൾ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇനി സുധീഷ് കുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും വാസുവും ഒക്കെ ഓരോ ദിവസങ്ങളിലായി പുറത്തുവരും. സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണ്ണമൂറ്റിയ ഭണ്ഡാരിയും ഊറ്റിയ സ്വർണം വിറ്റ ഗോവർദ്ധനും പുറത്തുവരും. അപ്പോഴും ചോദ്യം ഇതാണ്, ഈ തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതലില്ലാതെ കുറ്റപത്രം എങ്ങനെ സമർപ്പിക്കും? കട്ട സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രതികളിലെ ആരെങ്കിലും ഒരാളെ ശിക്ഷിക്കാൻ കഴിയുമോ? വാങ്ങിയവർ എവിടെ? രാഷ്ട്രീയ പോർവിളികൾക്കും തെരഞ്ഞെടുപ്പിന് പാരഡി ഗാനം ആയി ഈ കേസിനെ ആയുധമാക്കുന്നതിനും അപ്പുറം ഈ സ്വർണ്ണക്കൊള്ള കേസ് ആവിയായി തീരുമോ? ബാഷ്പീകരിക്കപ്പെടുമോ? പാളിയോ SIT അന്വേഷണം എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉരുത്തിരിയുകയാണോ? കുറ്റപത്രം വൈകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ SIT പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകാൻ? SITക്കുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടോ? അടൂർ പ്രകാശ് വെട്ടിലാക്കിയോ UDF പ്രചരണത്തെയും പ്രതിരോധത്തെയും? സോണിയയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ യുക്തി എന്താണ്? തൊണ്ടി മുതൽ സ്വർണം എവിടെ? കൊടിമരക്കൊള്ളയിൽ കോൺഗ്രസും കുടുങ്ങുമോ? ED പണി തുടങ്ങിയോ എന്നാണ് ചോദ്യം. അതിഥികളായി CPM പ്രതിനിധി ഡോക്ടർ PK ഗോപൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, ശില്പി മഹേഷ് പണിക്കർ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ എന്നിവരാണ്. ആദ്യം PK ഗോപനിലേക്ക് പോകുന്നു. PK ഗോപൻ, ഇന്നലെ മുരാരി ബാബു പുറത്തിറങ്ങി. ഇനി ഓരോ ദിവസങ്ങളിലായി സുധീഷ് കുമാർ, പത്മകുമാർ, വാസു, ഭണ്ഡാരി, ഗോവർദ്ധൻ എല്ലാവരും പുറത്തിറങ്ങും. ഈ കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താനാവാതെ ഇപ്പോൾ SIT ഉഴലുകയാണോ? SITയിൽ വിശ്വാസമർപ്പിച്ച് SIT മികച്ച രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന LDFന് SITക്ക് വീഴ്ച പറ്റിയെന്നൊരു അഭിപ്രായമുണ്ടോ? പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഡോക്ടർ അരുൺ, നമുക്കെല്ലാവർക്കും സുവ്യക്തമാകുന്നത് പോലെ അതിസങ്കീർണതയുള്ള ഒരു കേസാണിത്. ഒരു കൊലപാതക കേസ് പോലെയോ ഒരു മർദ്ദന കേസ് പോലെയോ ഒരു പീഡന കേസ് പോലെയോ പെട്ടെന്ന് വെളിവാക്കപ്പെടുന്നതല്ല. വലിയ നെറ്റ്വർക്ക്, വലിയ ക്രിമിനൽ ബുദ്ധി പിറകിൽ പ്രവർത്തിച്ച് പതിറ്റാണ്ടുകളായിട്ട് വിശ്വാസവും ഭൗതിക കാര്യങ്ങളും എല്ലാം ഇഴുകിച്ചേർന്നൊരു കേസാണ് ശബരിമല. ഇതിൽ നമ്മളെ എല്ലാവരെയും നിരാശപ്പെടുത്താതിരിക്കുന്ന ഒരു കാര്യം, ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്നതും മോണിറ്റർ ചെയ്യുന്നതുമായ കേസ്. SITയുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് കോടതി പലപ്പോഴും ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കേസ് അതെ ദൗർബല്യമുള്ളപ്പോൾ വിമർശിക്കുന്ന സ്വഭാവവും കാണിക്കുന്നുണ്ട്. കാരണം എങ്കിലല്ലേ ശ്ലാഘിക്കുന്നതിന് പ്രസക്തി കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുമ്പോൾ, മോണിറ്റർ ചെയ്യുമ്പോൾ, അവരുടെ മുമ്പിൽ ദൈനംദിന റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച ഇതിനകത്ത് ബോധപൂർവമായി ഉണ്ടാകത്തില്ലെന്ന് 100% ഉറപ്പിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലിക്കേറ്റഡായ ഒരു കേസായതുകൊണ്ട് വളരെ കൃത്യമായി സമയബന്ധിതമായി തീർക്കാൻ SIT നന്നായിട്ട് പ്രയാസപ്പെടുകയാണ്. SITയുടെ നിരീക്ഷണത്തെയും അന്വേഷണത്തെയും കേരളീയ സമൂഹം പൊതുവെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും SIT വീഴ്ച വരുത്താതെ ഈ പ്രശ്നത്തിന് വലിയ താമസമില്ലാതെ പരിഹാരം കാണുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. UDF ആരോപിക്കുന്നത് പോലെ അവർ പലതവണ അസംബ്ലിക്കകത്ത് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ SITക്കെതിരായിട്ട് വലിയ ആക്ഷേപം ഉന്നയിച്ചു. SITയുടെ അന്വേഷണം ഭരണപക്ഷത്തിൽപ്പെട്ട ചിലരിലേക്ക് നീളുകയും അവർ അറസ്റ്റിലാവുകയും അവർ ജാമ്യം കിട്ടാതെ കിടക്കുകയും ചെയ്യുമ്പോഴും അപ്പോഴെല്ലാം അവർ പറഞ്ഞ ഒരു കാര്യം, ഹൈക്കോടതിയുടെ നിരീക്ഷണമായതുകൊണ്ടും SIT ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇത് അന്വേഷിക്കുന്നത് കൊണ്ടും ഇതിനകത്ത് ഇതിൻ്റെ റോളില്ല, അതുകൊണ്ടാണ് ഭരണപക്ഷത്തിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊരു സമീപനം എടുത്തു. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ SITയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഇരട്ടത്താപ്പാണിത്. ഭരണപക്ഷത്തിൽപ്പെട്ടവരെ അറസ്റ്റ് ചെയ്താൽ ഗവൺമെൻറ്റിന് അതിനകത്ത് കാര്യമൊന്നുമില്ല, അത് കോടതി ചെയ്യുന്നതാണ്. എന്നാൽ തിരിച്ചൊരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് SIT ബോധപൂർവം ചെയ്യുന്നതാണ്.
ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ല. അപ്പോൾ SITയുടെ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും അതിനാവശ്യമായ സഹായങ്ങളും സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് കേരളീയ സമൂഹം പൊതുവെ ചെയ്യേണ്ടത്. ശരി, അതല്ലാതെ ഒരു കാര്യം അതിനകത്തില്ല. രണ്ടാമത് ED-യുമായി ബന്ധപ്പെട്ട് ഞാൻ ED-യിലേക്ക് വരാം. 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ആശങ്കയില്ലേ? 90 ദിവസം എന്നുള്ളത് ഒരു പ്രത്യേകമായ ഡേറ്റാണ്, പർട്ടിക്കുലർ ഡേറ്റാണ്, അല്ലെങ്കിൽ ഒരു സീലിംഗ് ഡേറ്റാണ്. തീർച്ചയായിട്ടും SIT അത്ര മണ്ടന്മാരല്ല, അല്ലെങ്കിൽ മണ്ടികളല്ല. കോടതി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിൻ്റെ അവസ്ഥയുണ്ടാകുമെന്ന് SITക്ക് അറിയാത്തതല്ല. എന്താണ് അവരതിൽ ഉദ്ദേശിക്കുന്നത്? അതോ അവർക്ക് തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനോ മറ്റ് പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ കോടതി പറഞ്ഞേനി. ഡേറ്റ് എക്സ്റ്റൻഷൻ പല പ്രാവശ്യം കോടതി തന്നെ നീട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്, നിയമപരമായി 90 ഡേയ്സ് കിടക്കുന്നതുകൊണ്ട് കോടതി അതിനകത്ത് ആവശ്യപ്പെടാമല്ലോ. സാങ്കേതികമായി അല്ല, അത് ഇല്ലാതില്ല. ആ സത്യം പറഞ്ഞാൽ അരുണ ഇല്ലാതില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. അതില്ലാതില്ല. ഈ ഏറ്റവും വലിയ ക്രിമിനലുകൾ ജാമ്യം കിട്ടി പുറത്തു പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവരെ പോലുള്ള ആളുകൾ ജയിലിൽ കിടക്കണമെന്നോ അല്ല, ഇല്ല, ഞങ്ങൾക്കതിൽ ആശ്വാസം ഇല്ല. എന്താ കാര്യം എന്നറിയോ? ഈ അവർക്കൊരാൾക്ക് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വന്നതിൽ ആശ്വസിക്കാതിരിക്കുകയല്ല ഞങ്ങൾ. ഡോക്ടർ അരുൺകുമാർ, ശബരിമലയിലെ സ്വർണത്തിൻ്റെ ഒരു തരി പോലും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യം, അതങ്ങനെ ഔദ്യോഗികമായി പാർട്ടി പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടില്ലെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലപരിധിക്കുള്ളിൽ തന്നെ ശബരിമലയിൽ നിന്ന് കട്ടെടുത്തു കൊണ്ടുപോയ സ്വർണം ഏത് കോണിലുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുന്നുണ്ട് നിങ്ങൾ. അതാണ് നിങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുന്നത്. ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കൃത്യമായി ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കുറ്റപത്രം കൊടുക്കുമ്പോൾ പുറത്താക്കാമെന്നല്ലേ? 90 ദിവസമായിട്ടും കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഇതിൽ കുറ്റപത്രം അത്ര പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. ആ സാങ്കേതികമായ ഒരു പിഴവ്, ഒരു ഇളവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇനി പറയാം കുറ്റപത്രം കൊടുത്തില്ലല്ലോ, 90,000 110,000 കൊടുത്തില്ല, പുറത്താക്കിയില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നത് എന്നുള്ളത് ഭാവിയിൽ മനസ്സിലാവും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് അതിൽ. അപ്പൊ അതായത് SIT അന്യായമായിട്ട് പത്മകുമാറിനെ എന്തുകൊണ്ടാണ് ഒരു നിലപാടെത്തുന്നത് മനസ്സിലാവും. ഒറ്റ ധ്വനി അതിനകത്തില്ല. എന്റെ വാചകത്തിനകത്ത് അങ്ങനെ ഒരു ധ്വനിയേ ഇല്ല. പക്ഷേ പത്മകുമാർ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടണം. ഇപ്പോൾ പത്മകുമാറിനെ SIT ബലിയാടാക്കുന്നു എന്നതാണ് എന്നല്ല. കുറ്റപത്രം അതാണ് അതിൻ്റെ ശരിയായ ഒരു രീതി. അതിൻ്റെ ശരിയായ ഒരു രീതി ഞങ്ങൾ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണത്. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ അതിൻ്റെ ആഴം മനസ്സിലാക്കി ഗുരുതരമായ നടപടി എടുക്കണമെങ്കിൽ അങ്ങനെ എന്ത് നടപടി ഉണ്ടാവില്ല. കേരളീയ സമൂഹത്തിന് CPM നൽകുന്ന ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പച്ചയായി വെളിവാക്കപ്പെട്ടൊരു സംഭവമാണ്. ഇത് അന്വേഷിച്ച് കുറ്റപത്രത്തിൽ വരേണ്ടതാണ്. മറ്റേത് പൊതുജനത്തിൻ്റെ മുമ്പിൽ പകൽ പോലെ കരതലാമലകം പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇത് ഉദിച്ചു നിൽക്കുന്നത് സൂര്യൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുന്നത് പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. കാര്യത്തിൽ ആരോപണം വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട വിഷയമാവുകയും, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വരുന്ന സമയത്ത് അത് ഇതുവരെയും അനാവൃതമാകാത്ത കാര്യമാവുകയും ചെയ്യുന്നു എന്നുള്ള ശാഠ്യം ശരിയല്ലല്ലോ. നമുക്ക് ഒറ്റ നിലപാടല്ലേ അക്കാര്യത്തിൽ പാടുള്ളൂ. അവിടെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് രാഹുലിന്റെ രാജ്യം ആവശ്യപ്പെടാമെങ്കിൽ അപ്പോൾ ഒരു നിലപാടേ ഉള്ളൂ. കേസിന്റെ കോണ്ടക്സ്റ്റ് വ്യത്യസ്തമാണ്, കേസിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. ക്രിമിനൽ അത് രണ്ട് കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് സമീകരിക്കാൻ പരിശ്രമിക്കുന്ന അപകടം ചെയ്യും. ശരി, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് വരാം. ജനീഷ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു, SITക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ SITയിൽ വിശ്വാസമുണ്ടാവുകയും അതിനുശേഷം സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം പോകണമെന്ന് ശിവൻകുട്ടി പറയുമ്പോൾ, അടൂർ പ്രകാശിലേക്ക് അന്വേഷണം പോകണമെന്ന് LDF ആവശ്യപ്പെടുമ്പോൾ പെട്ടെന്ന് SITയിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ചേതോവികാരം എന്താണ് ജനീഷ്? ആദ്യമേ തന്നെ ഡോക്ടർ അരുൺ, ഞാൻ നിങ്ങളുടെ ഈ കാർഡിലുള്ള ഒരു വിയോജിപ്പ് ഒന്നുകൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളോട് പറഞ്ഞ വിഷയം പാളിയോ SITയുടെ അന്വേഷണം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ടൈറ്റിൽ കാർഡ് എന്ന് കാണുമ്പോൾ കാണുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന പ്രതികളും
അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുന്ന SIT വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്ന് പറയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിങ്ങൾ അടൂർ പ്രകാശിന്റെ കൂടി ചിത്രം കൂടി വെക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP അദ്ദേഹത്തിന് കേസിൽ പ്രതിയല്ല, അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടില്ല. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ CPM പറഞ്ഞ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നും തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രം ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി സാധിക്കുന്നത്? ചാനൽ ഇതിനകത്തൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ കടന്നു വരിക. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ കൂട്ടത്തിലേക്ക് എന്തിനാണ് അടൂർ പ്രകാശിന്റെ ചിത്രം കൊണ്ടുവെക്കുന്നത്? അടൂർ പ്രകാശ് പൊളിമാത്തുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ പോയത് എന്തിനാണ്? അല്ല, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ വന്നത് കൊണ്ടാണെങ്കിൽ അങ്ങനെ പിണറായി വിജയന്റെ കൂടി ചിത്രം വെക്കണ്ടേ? ഇത് അങ്ങനെയല്ല, ഇതൊരു ബാലൻസിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ഞാൻ ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ തുടരാം. അല്ലല്ല, ആ വിയോജിപ്പ് താങ്കൾ പറഞ്ഞോളൂ. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറയുമ്പോൾ ഭരണപക്ഷത്ത് നിന്നും UDF കൺവീനറുടെ പേര് പറയുന്നു. അതിന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വരുന്നു. നമ്മൾ മാത്രം പുറത്തുവിട്ട 7 ചിത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അടൂർ പ്രകാശും തമ്മിൽ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതെല്ലാം അടൂർ പ്രകാശിന് തിരുത്തി പറയേണ്ടി വരുന്നു. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് പോകുന്നു. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള പല വീട്ടിൽ പോകുന്നു. ബാംഗ്ലൂരുവിന് പുറത്ത് ഈ രമേശ് റാവുവിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങുന്നു. ഇതെല്ലാം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷം ആരോപിക്കും. ആരോപണ വിധേയനാണിപ്പോൾ. ഒറ്റ നിമിഷം ഇത് ഭരണപക്ഷം ആരോപിക്കുന്നു. ഭരണപക്ഷം ഇത് ആരോപിച്ചത് കൊണ്ടായോ? ഇതിലെ ക്രൈം പാർട്ട് എവിടെയാണ്? അടൂർ പ്രകാശ് ആ വീട് സന്ദർശിച്ചതാണോ, അല്ലെങ്കിൽ ചിത്രം വന്നതാണോ, ഗിഫ്റ്റ് വാങ്ങിയതാണോ? ഏതാണ് ഈ വിഷയത്തിലെ ക്രൈം പാർട്ട്? ക്രൈം പാർട്ട് എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്നുള്ളിടത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഗ്രാവിറ്റി നിൽക്കുന്നത് ആ സ്വർണവും ശബരിമലയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഉദ്യോഗസ്ഥന്മാരും ആ ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിന്റെ ഒറ്റ കാര്യം ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനത്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ അവിടെ സ്വർണ്ണക്കള്ള നടന്നു എന്നുള്ളതാണല്ലോ അവിടുത്തെ ഗ്രാവിറ്റി. ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഗ്രാവിറ്റി അവിടെയല്ലേ? സാധാരണ കളവ് കേസിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എവിടെയാ? ഭരണകൂടത്തിന്റെ സംവിധാനത്തിന്റെ സഹായം അവിടെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനിപ്പുറത്തേക്ക് അടൂർ പ്രകാശിന്റെ കൂടെ ഒരു ചിത്രം വന്നാൽ അടൂർ പ്രകാശിന് അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും. അദ്ദേഹം കേരളത്തിന്റെ ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി ആയിരുന്നു. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്താനുള്ള ശേഷി ഉണ്ടായിരുന്നു. അങ്ങക്ക് എവിടെയാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശേഷമാണോ 2019 മുമ്പാണോ ഈ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരിക്കുന്നത്? 2019 ശേഷം കണ്ടാലും 2019 മുമ്പ് കണ്ടാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇത്തരത്തിലൊരു കളവ് നടത്തിയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് അറിയാൻ സാധിക്കുന്ന എന്തെങ്കിലും സംവിധാനം ആ കാലഘട്ടത്തിൽ അങ്ങേ കണ്ടാൽ പോലും അങ്ങേക്കുണ്ടാകൂ? അതൊരു കുറ്റത്തിനുള്ള അസൈൻമെന്റ്, അതൊരു കുറ്റം ചെയ്യാനുള്ള കാര്യമാകും. കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതിന്റെ കാരണങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഞാൻ എണ്ണി പറയാം. കടകംപള്ളി സുരേന്ദ്രനായിരുന്നല്ലോ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്ന ആളെന്ന് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ആളാണല്ലോ വിജയകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. ആ വിജയകുമാറിനെ പൊളിറ്റിക്കലി അപ്പോയിന്റ് ചെയ്യുന്നതിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടായിരുന്നല്ലോ. ദൈവതുല്യനായ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് ചെയ്തതെന്ന് CPMന്റെ തന്നെ മുൻ MLA ആയ പത്മകുമാർ പറയുമ്പോൾ ആ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് വരുന്നത്, അതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? പോറ്റി അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ പിന്നെ പ്രതിയാക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? വാസു ഉണ്ടായിരുന്നില്ലേ? പത്മകുമാർ ഉണ്ടായിരുന്നില്ലേ? വിജയകുമാർ ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാം CPMന്റെ പൊളിറ്റിക്കൽ നോമിനികളായിട്ടുള്ള ആളുകളായിരുന്നില്ലേ? ഇവരെയൊക്കെ നിയമിക്കുന്നതിലും ഇവരുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങളിലും കടകംപള്ളി അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ടായിരുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിൽ പ്രതിയാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. കൃത്യമായ രീതിയിൽ അന്വേഷണം പോയാൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്നാൽ അവിടെ കൊണ്ട് അതുപോലെ തന്നെ തുലനം ചെയ്യാൻ നിങ്ങൾക്ക് അടൂർ പ്രകാശിനെ വെച്ചുകൊണ്ട് സാധിക്കില്ല. അടൂർ പ്രകാശ് രാഷ്ട്രീയമായോ നിയമപരമായോ ശബരിമലയിലുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ആളുകൾ ഉദ്യോഗസ്ഥന്മാരും ഈ കളവ് നടത്തുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കാനോ അവർക്ക് നിയമനം കൊടുക്കാനോ അവർക്ക് വേണ്ടുന്ന സഹായം കൊടുക്കാനോ കഴിയുന്ന ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമായ അധികാരത്തിൽപ്പെടുന്ന ആളെ ആയിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചിത്രം വന്നതുകൊണ്ട് സാധിക്കൂ? അങ്ങനെയാണ് DGPയുടെ കൂടെയുള്ള ചിത്രം വന്നില്ലേ? DGP പ്രതിയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കൂ? ഈ കേസിനൊക്കെ ശേഷമല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ചിത്രം വന്നില്ലേ? ഞങ്ങൾ പറയുന്നത് ആ മുഖ്യമന്ത്രി പ്രതിയാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എടുത്ത്
ചർച്ചയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അടൂർ പ്രകാശിന്റെ കൂടെയുള്ള ചിത്രം വന്നതോ അത് ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്ര തവണ കടന്നു വന്നാലും ശരി, എത്ര തവണ കടന്നു വന്നാലും ശരി, എത്ര തവണ ഫോട്ടോ എടുത്താലും ശരി, അതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഗ്രാവിറ്റിയിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ഒരു വിഷയമേ അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് ഞാൻ എന്ന നിലയിൽ വന്നാലും അതല്ലാത്ത നിലയിൽ വന്നാലും ശരി, അതല്ലാത്ത നിലയിൽ വന്നാലും ശരി, അതൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി ഉള്ളതല്ല. നിങ്ങൾ പത്മകുമാർ, ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ നേരത്തെ തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് നേരത്തെ തൊട്ട് മുമ്പ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു പത്മകുമാറിനെ സംബന്ധിച്ച് നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കൂടി പറ്റി അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. പത്മകുമാർ ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെട്ടിട്ടല്ലേ അറസ്റ്റ് ജയിലിൽ കിടക്കുന്നത്. പത്മകുമാറിനും CPM നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം നമ്മളിനി വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, അങ്ങനെയുള്ള പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്ന, കണക്ഷൻ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച് എത്ര ലാഘവബുദ്ധിയോടുകൂടിയാണ് നേരത്തെ CPM പ്രതിനിധി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വേണമെന്ന് പറയുമ്പോൾ അങ്ങ് അത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മകുമാറിന്റെ കേസിൽ ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഇല്ലേ? പത്മകുമാർ എങ്ങനെ ചെമ്പുപാളിയാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് പത്മകുമാർ ഉത്തരവിറക്കി കൊടുക്കുന്നത്? അപ്പൊ പത്മകുമാറിന് ബന്ധമില്ലേ? ശബരിമലയിലെ നിയമങ്ങൾ അനുസരിച്ച്, നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ശബരിമലയിൽ നിന്നൊരു വസ്തു അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് ശബരിമലയിലെ സന്നിധാനത്ത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയിൽ അനുവാദം വേണം. അതിന് പ്രത്യേകമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ അസൈൻ ചെയ്യണം. അത് മാത്രം പോരല്ലോ, അതിന്റെ മഹസർ എഴുതി സൂക്ഷിക്കണം. അങ്ങനെ എത്ര നിയമക്രമങ്ങളുണ്ട്. ഇത് വല്ലതും പാലിച്ചിട്ടാണോ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത്, ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയത്? അപ്പൊ അതിനൊക്കെ കൂട്ടുനിന്ന പത്മകുമാർ അവിടെയുണ്ട്. പത്മകുമാറിനെ പറ്റി ഞങ്ങൾക്ക് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ലാഘവബുദ്ധിയോടുകൂടി കേട്ടിരിക്കാൻ സാധിക്കുകയും ശബരിമലയിൽ ഇവിടെ പോറ്റിയെടുത്ത ഫോട്ടോ വെച്ചുകൊണ്ട് അടൂർ പ്രകാശിനെ കൂടി പ്രതികളുടെ കൂട്ടത്തിൽ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയുള്ള വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. ആ ചിത്രത്തിൽ കടകംപള്ളിയുണ്ട്. കടകംപള്ളി ഇപ്പോഴും പ്രതിയായിട്ടില്ല, മൊഴിയെടുത്തിട്ടേ ഉള്ളൂ, അഥവാ നിങ്ങളുടെ ഭാഷയിൽ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ. ജിനീഷ്, എനിക്ക് ഒറ്റ കാര്യമേ സ്വന്തം മണ്ഡലത്തിലെ അയ്യപ്പ ഭക്തൻ മാത്രമായ കടകംപള്ളി പ്രതിയാകാൻ ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? ഒരു നിമിഷം. കടകംപള്ളി പ്രതിയാകാൻ ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? ദേവപ്രസംഗം ചെയ്ത് ശീലമില്ല ജനീഷ്, എനിക്ക് ദേവപ്രസംഗം ചെയ്ത് ശീലമില്ല. വരട്ടെ, നമുക്ക് അപ്പോൾ സംസാരിക്കാം. ജനീഷ് അടൂർ പ്രകാശ് എന്ന MP കടകംപള്ളിയെ ചോദ്യം ചെയ്തോ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചോ? നിങ്ങളുടെ മാധ്യമങ്ങളിൽ എന്തുകൊണ്ടാണ് SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചർച്ചയിൽ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയോ ചർച്ചയുടെ ഭാഗമായി പറയുകയോ ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ചിത്രം പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും പ്രതീതി എന്ന് പറയുന്നത് ശബരിമലയിലെ പ്രതികളാക്കപ്പെട്ട ജയിലിൽ കിടക്കുന്ന പോറ്റി ഒരു വശത്ത്, മറുവശത്ത് തന്ത്രി ഒരു വശത്ത്, കൂടെ പ്രതിയാകാൻ വേണ്ടി നിൽക്കുന്ന ഈ പറയുന്ന കടകംപള്ളി കൂടെ, അതിന്റെ കൂടെ അടൂർ പ്രകാശ് MPയുടെ ഫോട്ടോ വെച്ചുള്ള വിയോജിപ്പ് ശക്തമായി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആളുകൾ അറിയണം. ഇപ്പോഴും ജനീഷിന് ബോധ്യമാകാത്തൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി MPയുടെ അടുത്തേക്ക് പോയതല്ല, MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് വന്നതാണ്. MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നതാണ്. MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ പോയതാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി കേക്കൂ ജനീഷ്, എവിടെ പോയാലും അതിനെ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര ലാഘവബുദ്ധിയോടുകൂടി കാണാൻ കഴിയുന്നത്? വീടുകൾ സന്ദർശിക്കുന്നു, എത്രയോ വ്യക്തികളെ കാണുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോളാർ വിവാദം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ ചാനൽ ചർച്ചയുടെ രീതിയിലേക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബാലൻസിംഗ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതൊരു ശരിയായ മാധ്യമധർമ്മമല്ല എന്ന് പറയാൻ ചെയ്തിട്ടില്ലെങ്കിൽ SIT അനാവശ്യമായി വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കില്ലല്ലോ, SIT അവരെ പ്രതിയാക്കില്ലല്ലോ. ഇത് ശരിയല്ല എന്ന് പറയുകയാണ്. അല്ല, എന്റെ ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ ജനീഷിന് അറിയാമായിരുന്നോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് പോയത്? ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നതുവരെ എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് അതിൽ നിശബ്ദത പാലിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് പോയതാണോ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഈ നാട്ടിലെ ക്രൈം എന്താണ് ഡോക്ടർ അരുൺകുമാർ? ശബരിമല ഉദ്യോഗസ്ഥന്മാരായിരുന്നു, അവിടെ പറയട്ടെ
നോക്കൂ, അയാൾ അവിടെ സന്ദർശനം നടത്തിയാലും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അവിടെ ഒരു സന്ദർശനം നടത്തിയാലും ഈ സന്ദർശനം നടത്താൻ വരുന്ന ആളുകൾ ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് പലരുടെയും മുമ്പിൽ അവതരിച്ചിട്ടുള്ള ആളുകളാണ്. ആ തരത്തിൽ അയാൾ അവിടെയും വന്നിട്ടുണ്ടാകാം. അങ്ങനെ തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം CPM ഒരു നരേറ്റീവ് പറഞ്ഞത്, ഇയാൾ പലരുടെയും കൂടെ ഫോട്ടോ എടുക്കുന്ന വിദ്വാനാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചില്ല എന്ന്. അവർക്ക് അങ്ങനെ പറഞ്ഞൊഴിയാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം അവർ ഈ സംസ്ഥാനത്തിനകത്ത് റൂളിംഗ് പാർട്ടിയാണ്. റൂളിംഗ് പാർട്ടിയായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ശബരിമലയിൽ പൊളിറ്റിക്കലി അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡിന്റെ ബോർഡ് അംഗങ്ങൾ, ആ ബോർഡ് അംഗങ്ങൾ എൻഡോഴ്സ് ചെയ്യപ്പെട്ട് ഉത്തരവ് കൊടുത്ത് അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി നടന്ന ഒരു കൊള്ള. ആ കൊള്ളയാണല്ലോ ഇവിടുത്തെ ക്രൈം. ഇവിടുത്തെ ക്രൈം പാർട്ട് എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണം പോയി. ഇവിടുത്തെ ഗ്രാവിറ്റി എന്താ? അതിന് ഭരണകൂട സംവിധാനത്തിന്റെ സഹായം ഉണ്ടായി. അതിനെയല്ലേ നമ്മൾ ഈ സമയത്തെല്ലാം തന്നെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണ്ടി വന്നത്. അവിടെ ഇപ്പോഴും SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് കൂടി പറയുമ്പോൾ നോക്കൂ, ഇന്ന് മൊരാരി ബാബുവിന് ഇന്നലെ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയില്ലേ? ഇവിടെ പോറ്റിക്ക് ഒരു കേസിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലേ? മറ്റൊരു കേസിൽ 3 ആഴ്ചക്കാലത്തിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുകൊണ്ട് മാത്രമല്ലേ അവിടെ കിടക്കുന്നത്. ഭാഗികമായി പോലും കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടായില്ല. ഡിസംബർ 5-ന് ശേഷം കുറ്റകരമായ അനാസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഹൈക്കോടതിക്ക് SIT വിമർശിക്കേണ്ടി വന്നില്ലേ? SIT ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ഈ കേസിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു, അതല്ലെങ്കിൽ സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. സർക്കാരിന്റെ സമ്മർദ്ദമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റൽ റിമാൻഡിലായിട്ടുള്ള ശങ്കരദാസിന്റെ മകൻ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. അയാൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടാത്തതെന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ? മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? ഏറ്റവും അവസാനമല്ലേ അറസ്റ്റ് ജയിലിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ CPM പ്രതിനിധി പറയുന്നത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ആശങ്ക മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന SITയുടെ മേൽ ചെലുത്തുന്ന ഈ നീതിയുക്തമായ രീതിയിൽ ഈ അന്വേഷണം നടക്കണമായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ശരി, രഞ്ജിത് മാരാരും ശില്പിയും കൂടി നമുക്കൊപ്പമുണ്ട്. മഹേഷ് പണിക്കർ, ഞാൻ മഹേഷിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ, 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടി. ഇപ്പോൾ മുരാരി ബാബു പുറത്തിറങ്ങി. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം തേടി പുറത്തുവരും. ഇവരെ കാത്ത് ED നിപ്പുണ്ട്. അത് രണ്ടാമത്തെ വശം. ഈ കേസിൽ ഒരു ഭാഗിക കുറ്റപത്രമെങ്കിലും SITക്ക് സമർപ്പിക്കാമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ ജാമ്യം കിട്ടി പ്രതികൾ പുറത്തു വരുന്നത് SITക്ക്, അന്വേഷണ സംഘത്തിനൊരു തിരിച്ചടിയാണെന്ന് താങ്കൾ വിലയിരുത്തുമോ? രഞ്ജിത് ബാല. ഒരിക്കലുമില്ല. ഈ ജാമ്യത്തിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ, ഒരു ഫോർമലായിട്ട് ഡിഫോൾട്ട് ബെയിലിന് നമ്മൾ ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്യുന്നവർ പറയും 90 ഡേയ്സിനുള്ളിൽ ഒരു 10 ഇയേഴ്സിന് മുകളിൽ സെൻറ്റൻസ് കൊടുക്കാവുന്ന കേസുകളിൽ 90 ഡേയ്സിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ, അതായത് ചാർജ് ഷീറ്റ് എന്ന് താങ്കൾ പറഞ്ഞ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ബെയിലിന് അവർ എൻടൈറ്റിൽഡ് ആണ്. അപ്പോൾ അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കുക എന്നുള്ളത് ഒരു ഫോർമൽ പ്രൊവൈഡഡ് ഈ ഒരു ജാമ്യക്കാരനെ ഓഫർ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ ഫോർമാലിറ്റി. അത് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദർഫോർ ബെയിൽ ഈസ് ഗ്രാൻറ്റഡ്. നമ്മൾ അത്ര ആങ്ഷ്യസോ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്കെതിരെ കേസ് നിൽക്കും എന്നുള്ളത് ഹൈക്കോർട്ട് ബെയിൽ ഡിസ്മിസ് ചെയ്തത് അവിടെ ഇരിക്കട്ടെ, അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. എൻ്റെ ഒപ്പീനിയൻ വളരെ നിഷ്പക്ഷമാണെന്ന് മാത്രം അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ട. കാരണം ഞാനൊരു കക്ഷിക്ക് വേണ്ടി അപ്പിയർ ചെയ്തതാണ്. അതുകൊണ്ടിട്ട് പ്ലീസ് ഡു നോട്ട് കൺസിഡർ ഇത് ഭയങ്കര ഇംപാർഷ്യലായിരിക്കുന്നൊന്നും വിചാരിക്കുകയും വേണ്ട. ഹൈക്കോടതി ഡിസ്മിസ് ചെയ്ത കാര്യത്തിൽ ഐ ഹാവ് ടു ബി ഓണസ്റ്റ് ടു യു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ഹൈക്കോടതി ഡിസ്മിസ് ചെയ്ത പല കാരണങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റേജിൽ ബെയിൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ SITയുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആഫ്റ്റർ പിൽഗ്രിമേജ് ടൈം ആ ഇതിൽ സ്വർണ്ണ ക്ലാഡിങ്ങുകൾ എടുത്തിട്ട് അതിൽ റിപ്പോർട്ട്സ് എടുക്കാനും അത് FSLന് അയക്കാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമാണ്, അത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം, ഇത് റിവീൽ ചെയ്തപ്പോൾ തന്നെ പല ഇഷ്യൂസും അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിലേക്കും ലാർജർ ഇൻവെസ്റ്റിഗേഷൻ പോകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അപ്പോഴും ഹൈക്കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻസിനെക്കാട്ടിലും കൂടുതൽ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടെന്ന് കാണുക തന്നെ ഇത് സിസ്റ്റമാറ്റിക് സൈഫണിങ്, അതാണ് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഫണിങ് ആവാം, മേ ഹാവ് ബീൻ സിസ്റ്റമാറ്റിക് സൈഫണിങ് എന്ന് പറഞ്ഞേക്കണം. ആ വാക്ക് അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിനും ഉറപ്പൊന്നുമില്ല, SITക്ക് തീരെ ഉറപ്പില്ല. അപ്പോൾ ഉറപ്പുള്ളൊരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് എന്നും കേസ് നിലനിൽക്കാൻ നല്ലതായിരിക്കാം. ഇതിൽ പലരും തന്നെ ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യാൻ പലർക്കെതിരെയും
ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നില്ല. ഈവൻ ഫൈനൽ റിപ്പോർട്ട് അവർക്കെതിരെ ഫയൽ ചെയ്താൽ പോലും പലരും അവരുടെ ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് മാത്രമേ വന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. ചിലരുണ്ട്, ഉറപ്പായിട്ടും ചിലർക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. രണ്ട് രീതിയിലുള്ള ഒപ്പീനിയനും പബ്ലിക്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നിലനിൽക്കെ തന്നെ ഞാൻ പറയുകയാണ്. ലെറ്റ് us നോട്ട് ഗോ ഇൻ ടു ദ കേസ്. ബെയിൽ കൊടുക്കുക, ബെയിൽ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതൊന്നും കേസിനെ അൾട്ടിമേറ്റ്ലി കേസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. വേണ്ടത് ശിക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനൽ റിപ്പോർട്ട്, അതായത് ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. അതിന് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് ഹൈക്കോടതി പറയുന്നത് കറക്റ്റായിട്ടാണ് എന്നുള്ള, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത് കറക്റ്റായിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ ബെയിൽ ആപ്ലിക്കേഷൻസ് ഡിസ്മിസ് ചെയ്ത സിംഗിൾ ജഡ്ജിൻ്റെ ഇതിൽ പല പരാമർശങ്ങളും SITയുടെ പോരായ്മകളെക്കുറിച്ചെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിലും രണ്ട് തരത്തിലുള്ള ഈ ഇരുത്തി വായിക്കുമ്പോൾ പെട്ടെന്ന് പെരിഫറിയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ജഡ്ജ്മെൻറ്റും ഒരേപോലെയാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നിയാൽ പോലും ഇരുത്തി വായിക്കുമ്പോൾ രണ്ട് ജഡ്ജ്മെൻറ്റും രണ്ട് രീതിയിലാണ് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു യൂണിഫോം ഒപ്പീനിയൻ ഹൈക്കോർട്ടിലെ ജഡ്ജ് ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ തൊണ്ടി മുതൽ കണ്ടെത്താതെ കുറ്റപത്രം കൊടുത്താൽ ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അല്ല, അതിന് നമുക്ക് പഴയ IPCയിൽ 201 ഒക്കെ ഉണ്ടല്ലോ. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസും സ്റ്റോളൻ പ്രോപ്പർട്ടി ഇല്ലാതെയാക്കുന്നതല്ലെങ്കിൽ തെഫ്റ്റ് എടുത്തുകൊണ്ട് പോയ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നും എല്ലാ കേസിലും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ആ ഒഫൻസും കൂടി മേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒഫൻസ് നിൽക്കാം. അതാരാ ചെയ്തത് എന്നുള്ളത് പോലെ ഇരിക്കും. അതെങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുന്നത്. എല്ലാ കേസിലും ഇപ്പോൾ ഒരു തെഫ്റ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജ്വല്ലറിയിലെ മോഷണം നടന്നു എന്ന് വിചാരിക്കുക. ആ ജ്വല്ലറിയിൽ മോഷണം നടന്നിട്ട് എല്ലാ ഗോൾഡ് ഓർണമെൻറ്റ്സും തിരിച്ച് കിട്ടണം എന്നൊന്നുമില്ല ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ. നമ്മൾ പല കേസുകളിലും കണ്ടേക്കുന്നതാണ്. അപ്പോൾ അതിന് വേറെ സെക്ഷൻ ഉണ്ടാവും, ഡിസ്ട്രക്ഷൻ ഓഫ് എവിഡൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ചാർജ് മേക്ക് ഔട്ട് ചെയ്താൽ മതി. അത് പക്ഷേ അതിനുള്ളൊരു എഫർട്ടും അതെവിടെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു സാധ്യതകളെങ്കിലും ഉണ്ടാവണം. സാഹചര്യത്തിൽ സാധ്യമാണോ? ഇനി അതാണ് സ്വർണം ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് എന്നാൽ പോലും അതാണല്ലോ ശാസ്ത്രീയമായി നേരിടുന്ന വെല്ലുവിളി. അല്ല, ഈ ഡിവിഷൻ ബെഞ്ച് പറയണ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലേക്കാണ് ഡിവിഷൻ ബെഞ്ച്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. അതുകൊണ്ട് അത് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതാണ് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ SIT എത്രത്തോളം ഇമ്പാർഷ്യൽ ആണെന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് കാരണമാണ്. അത് നമ്മൾ ചോദിക്കണം. ഇപ്പോൾ A പാർട്ടിയോ B പാർട്ടിയോ CPM-ഓ കോൺഗ്രസ്സോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുറ്റം പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവേണ്ടത് ഇതിൽ SITയുടെ ഇമ്പാർഷ്യാലിറ്റിയാണ്. SIT എത്രത്തോളം ഇമ്പാർഷ്യൽ ആണെന്നുള്ള ക്വസ്റ്റ്യൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ED വന്നതും എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളുണ്ട്, നേരിട്ട് കാണുന്ന കാര്യങ്ങളുണ്ട്, നേരിട്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ട്. അതെല്ലാം ഇതിൽ നിന്ന് മാഞ്ഞു പോയി എന്താണ് ഇതിൻ്റെ ഒഫൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് വരുമ്പോഴാണ് അരുണിൻ്റെ ശ്രമം അതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുണിൻ്റെ ശ്രമം അതായിരിക്കും എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആരെയും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എത്ര പേര് ഇതിൽ റൈറ്റ്ഫുൾ ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ ഉണ്ട്, ആർക്കൊക്കെ റൈറ്റ്ഫുൾ ലയബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു പബ്ലിക് ഒപ്പീനിയൻ, അതാണ് ഹൈക്കോടതി ആദ്യം വാൺ ചെയ്തത്. അതാണ് ഞാൻ എന്നെ റെസ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ മടങ്ങി വരാം. ശ്രീ മഹേഷ് പണിക്കർ, ഞാൻ അങ്ങനെയൊക്കെ മഹേഷ് പണിക്കർ, ഇപ്പോൾ മുരാരി ബാബു പുറത്തിറങ്ങി. വരും ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ബാക്കി പ്രതികൾ കൂടി പുറത്തിറങ്ങും. തന്ത്രിയടക്കം പുറത്തു വരാനുള്ള സാഹചര്യമുണ്ടാവും. ED ഒരു ഭാഗത്ത് നിൽക്കുന്നു. അറിയേണ്ടത് ഇപ്പോഴും തൊണ്ടി മുതൽ എവിടെ, അതാണ് SIT കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അടിച്ചു മാറ്റിയിട്ടുണ്ട്, കട്ട് ചെയ്ത് ഊറ്റിയിട്ടുണ്ട്. ഊറ്റിയ സ്വർണം ആർക്ക് വിറ്റു, ആര് സ്വന്തമാക്കി, അതൊന്നും ഇപ്പോൾ SITക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉരുക്കിയ സ്വർണത്തിൻ്റെ കാലപ്പഴക്കം നിശ്ചയിച്ച് അത് കൊണ്ടുപോയ ആളെടുത്തുന്നതിനെയൊക്കെ വീണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രമകരമായിരിക്കുമോ? ഈ കേസ് അറ്റം കാണാനാവാത്ത ഒരു കേസായിട്ട് മാറുകയാണോ? അങ്ങനൊരു സംശയം താങ്കൾക്കുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലൊക്കെ അർജുനന്റെ വില്ലുണ്ട്, ഗാന്ഡീവം എന്ന് പറഞ്ഞു. അത് എടുക്കുമ്പം 1, തൊടുക്കുമ്പം 10, എയ്യുമ്പം 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറയുന്ന പോലെ ആ വില്ലിന്റെ ഒരു രീതി.
പുള്ളി അമ്പ ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ SIT ആദ്യം ഒരു ചെറിയ കേസിലാണ് കയറി കട്ടളപ്പാളിയായി, കട്ടളയായി, കഥകായി, പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങളായിട്ട് കൊടിമരം അങ്ങനെ കയറിപ്പോണം. അപ്പോൾ അവർക്ക് വിശാലമായൊരു ഫ്രെയിമാണ് ഇത് ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്നൊന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഈ ലേറ്റ് ആകുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ ഈ പാളി മാറിയതിന്റെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ള കോപ്പറിന്റെ മാത്രം ഘടന നോക്കിയാൽ പഴയ കോപ്പറിന്റെയും പുതിയ കോപ്പറിന്റെയും ഘടന നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഇപ്പോൾ 99.9 പിന്നെ വരുന്ന 0.1% ഇമ്പ്യൂരിറ്റീസ് ഈ രണ്ട് കോപ്പറിലും വ്യത്യാസപ്പെട്ടിരിക്കും. അത് വെച്ച് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ഈ പാളി പോയ സ്ഥലങ്ങളിലേക്ക് ഇവരുടെ അന്വേഷണം സത്യം പറഞ്ഞാൽ പോയിട്ടില്ല എന്നുള്ള ഒരു വ്യസനം എനിക്കുണ്ട്. കാര്യം ഈ ഹൈദരാബാദ് ബേസ് ചെയ്ത നാഗേഷ് എന്നും പറഞ്ഞ് അയാളാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതെന്നാണ് ആദ്യം നമ്മുടെ വിജിലൻസിന്റെ ഇതിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇത് തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. രണ്ടാമത് ഈ പറഞ്ഞ ജയറാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീടുകളിലേക്കും ഈ പൂജകൾ നടത്തിയ ആ ഒരു സന്നിധിയിലേക്കും ഒന്നും ഈ സംഭവത്തിന്റെ യാത്ര അങ്ങനെ പോയിട്ടില്ല. എവിടെയൊക്കെ പൂജ നടന്നു, എവിടെയൊക്കെയാണ് ഈ പാളികൾ പോകാൻ സാധ്യതയുള്ള, അല്ലെ ആരൊക്കെയാണ് ഈ പാളി മേടിക്കാൻ സാധ്യതയുള്ള വിശ്വാസികളാണ്, അപ്പോൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരൊക്കെയാണ്, വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരൊക്കെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ള രീതിയിലുള്ള അന്വേഷണം. അതായത് ഇത് എവിടെയാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ പഴയ ആക്രിക്കടകളൊക്കെ തപ്പുന്ന പോലത്തെ ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിന്റെ ആ രൂപക്കൂടുകളൊക്കെ അവരെവിടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന ഉറപ്പാണ്. ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബഹുമാനപ്പെട്ട തന്ത്രിയുടെ ഒക്കെ അംഗീകാരത്തോടെയോ അറിവോടെയോ ഒക്കെ തന്നെ, അല്ലെ അവരെ ഫ്രെയിം ചെയ്തോ അല്ലെ അവരുടെ ഫോട്ടോ കാണിച്ചോ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പം അവിടെയൊക്കെ ഉള്ള രീതിയിൽ ഈ അന്വേഷണം പോയാൽ മാത്രമേ ഈ തുണ്ടി കിട്ടാനായിട്ട് മാർഗ്ഗമുള്ളൂ. അത് വളരെ സിമ്പിളുമാണ്. അതിനകത്ത് ഇവരുടെ ഫോൺ കോൾ ഇപ്പോൾ ട്രേസ് ചെയ്ത് അതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്ക് ആ ഫോൺ കോളിൻ്റെ അകത്തു നിന്നൊക്കെ കറക്റ്റ് കിട്ടാൻ പറ്റും. പിന്നെ ഇവരുടെ ഡയറി എടുത്തിട്ടുണ്ട്, തന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പൂജാവിധികളായിട്ട് ബന്ധപ്പെട്ട ഡയറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറിയിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് എവിടെയൊക്കെ പൂജ നടന്നു, എന്താണ് അതിന്റെ പ്രതിഫലം, എത്രയാണ് കൈപ്പറ്റിയെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറ്റും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2012 ഈ പറഞ്ഞ നിയമം വെച്ചിരിക്കുന്നത്. ആ നിയമം ബാധകമല്ല. അതായത് ആചാരപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡല്ല മാറ്റേണ്ടത്, അത് മാറ്റാൻ തന്ത്രിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നതിനകത്തെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ്. ഈ തന്ത്രസമുച്ചയ ഗ്രന്ഥം വെച്ചിട്ട് തന്നെയാണ് 1936 വരെ ഈ നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർ, അത് പതിതർ എന്ന് പറയുന്ന വിഭാഗത്തിന്, നായർ ഉൾപ്പെടെയുള്ള താഴോട്ട് വരുന്ന ബ്രാഹ്മണരല്ലാത്ത അതിസവർണരല്ലാത്ത ആർക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ ശ്രീചിത്ര തിരുനാൾ 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടാണ്, അതായത് ഈ തന്ത്രസമുച്ചയത്തിലെ ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാഗം ഉടച്ചു വാർത്തിട്ടാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ഈ പറഞ്ഞ 2012 നിയമം അതേ രാജാവ് തന്നെയാണ് ഭരണം കവനന്റ് പ്രകാരം രാഷ്ട്രീയപരമായ ഭരണം നിയമസഭ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിക്ക് കൊടുക്കുകയും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭരണം ഈ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് യഥാർത്ഥത്തിൽ ആ രാജാവിന്റെ അധികാരമായ ഈ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളെ വ്യതിചലിപ്പിക്കാനുള്ള, അല്ലെ അതിനെ കാലാനുസൃതമായ മാറ്റം വരുത്താനുള്ള ഒരു അധികാരം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രപ്രവേശന ശ്രീ തിരുനാൾ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരം. അത് വലിയൊരു ഏറ്റവും വലിയ ഉദാത്തമായ ഒരു നവോത്ഥാനത്തിന്റെ ആണിക്കല്ലാണത്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഈ ബ്രാഹ്മണർ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ തന്ത്രസമുച്ചയത്തിലെ ഒരു ഗ്രന്ഥപ്രകാരമാണ് ഇവർക്ക് ഇത് ആചാരപരമായി കൊടുത്തു എന്ന് പറയുന്ന ഈ പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട്. പല പണ്ഡിതന്മാരും സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബ് ചാനൽ പണ്ഡിതന്മാരും ആരോപിക്കുന്നത് ഇത് വളരെ ന്യായമാണ്, ഇത് ആചാരപ്രകാരമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ തികച്ചും ആചാരവിരുദ്ധമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് അതിന്റെ സത്വം ഇരിക്കുന്നത്. ഒന്ന്, അതിന്റെ രൂപം, അതായത് ഒരു ശില്പിയാണ് ആ രൂപം ഉണ്ടാക്കുന്നത്, അത് കുറെ നിയമങ്ങൾ വെച്ചിട്ടാണ്. 2, അതിന്റെ ജീവൻ, ആ ജീവൻ കൊടുക്കുന്ന തന്ത്രിയാണ്, നമ്മൾ പ്രാണൻ കൊടുക്കുന്നു എന്ന് പറയും. അതും കുറെ ഈ തന്ത്രവംശയോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളോ ഒക്കെ പ്രകാരമുള്ള ഒരു കുറെ പ്രോസസ്സാണ്. പിന്നെ അതിന്റെ ദ്രവ്യം എന്ന് പറയുന്ന വിശ്വാസികളാണ്, അത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാരോ ഒക്കെയാണ് ആ ഒരു വിശ്വാസി സമൂഹമായിട്ട് വരുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ഇത് ലോഹത്തിൽ വേണോ, മരത്തിൽ വേണോ, കല്ലിൽ വേണോ. അവരാണ് ഈ ചെയ്ത കർമ്മത്തിന് ശില്പിക്കുള്ള ദക്ഷിണയും തന്ത്രിക്കുള്ള ദക്ഷിണയും കൊടുക്കുന്നത്. അവരാണ് ആ ദ്രവ്യത്തിന്റെ ഉടമസ്ഥ. അപ്പം നമ്മൾ ഈ വിഗ്രഹം രൂപമാറ്റം വരുമ്പോഴത്തേക്ക്, അല്ല ഇതെങ്ങനെയാണ് ഒരു വിഗ്രഹം മാറണമെങ്കിൽ ഈ രൂപം കേടുവരണം. ഈ വിഗ്രഹത്തിന്റെ രൂപത്തിന് സാരമായ കേട് വന്നാൽ മാത്രമേ ആ വിഗ്രഹം മാറാൻ പറ്റൂ. അതും തന്ത്രസമുച്ചയം തന്നെ പറയുന്നത്, ചെറിയ കേടൊന്നും വന്നാൽ മാറ്റാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്ന ആ രൂപമാറ്റം വരുന്ന വിഗ്രഹം ഉരുക്കി മാത്രമേ, ലോഹമാണെങ്കിൽ ഉരുക്കി അതിന്റെ രൂപം മാറ്റി, ആ ശില്പിയുടെ ഇത് വെച്ചിട്ടുള്ള രൂപം മാറ്റി മാത്രമേ തന്ത്രിക്ക് കൊണ്ടുപോകാൻ അവകാശമുള്ളൂ. അങ്ങനെ അവകാശം ഈ ഗ്രന്ഥത്തിൽ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം രൂപമാറ്റം വരാതെ അതേ രീതിയിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ 3 വിഗ്രഹങ്ങളുണ്ട് ഈ വായുവാഹനത്തിനെ സംബന്ധിച്ച്. ഒന്ന്, കൊടിമരത്തിന്റെ മേളിൽ ഇരിപ്പുണ്ട്. 2, ഇവയെ മോഷ്ടിച്ച് എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ, കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയും യൂറോപ്പിലോ അവിടെ ഏതെങ്കിലും രാജ്യത്തുണ്ട്. 3ാമത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, അത് കോടതിയുടെക്കകത്ത് തൊണ്ടി മുതലായിട്ടുണ്ട്. അപ്പം 3 വിഗ്രഹം ഒരേ സത്വത്തിൽ ഇരിക്കുന്നത് ശരിയല്ല. ബാക്കി 2 കണ്ടെത്തി അത് ഉറച്ചു വാർക്കണം. അതാണ് അതിനകത്തെ കാര്യം.
ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഗോപനിലേക്ക് കൂടി ഒന്ന് വരാം. ഗോപൻ, നേരത്തെ ജനീഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, അടൂർ പ്രകാശിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഈ കാര്യത്തിൽ സമീകരിക്കാനാവില്ല. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിട്ടില്ല, അടൂർ പ്രകാശിൻ്റെ മൊഴി എടുത്തിട്ടില്ല. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അടൂർ പ്രകാശിനെ സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ല. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയല്ല. അന്ന് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡ് അടങ്ങുന്ന ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നതിലുള്ള ഗ്രാവിറ്റിയും അടൂർ പ്രകാശിനെ ആരോപണത്തിൽ നിർത്തുന്ന ഗ്രാവിറ്റിയും രണ്ടാണ് എന്നുള്ളതാണ് ജനീഷിൻ്റെ വാദം. അത് നമ്പർ 1. നമ്പർ 2, ഈ കേസിന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾക്ക് ആശങ്കയുണ്ട് എന്ന് മാത്രമാണ് താങ്കൾ പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കേസിൽ ആർക്കും താല്പര്യമില്ലാതാകുമോ? തന്ത്രിയിലേക്ക് ഇ ഡി പോകാത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ അതിനെതിരെ നിങ്ങൾ എന്ത് പ്രതിരോധമാണ് തീർക്കുന്നത്? നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ജനങ്ങൾ വിശ്വസിക്കുമോ എന്നതാണ്. കാരണം ഈ കൊള്ള നടന്നിരിക്കുന്നത് 2019 അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്, ദേവസ്വം ബോർഡ് പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുമാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥ. ഡോക്ടർ അരുൺ, ഇതിന് 2-3 ഭാഗമുണ്ട് അങ്ങയുടെ ചോദ്യത്തിനും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അഭിപ്രായ പ്രകടനത്തിനും. അതിലൊന്ന്, നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു കാര്യം ഞാൻ ആവർത്തിക്കാം. ശബരിമലയെ സംബന്ധിച്ച് പരിപൂർണ അധികാരം ദേവസ്വം ബോർഡിനും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ പരിപൂർണ അവകാശം തന്ത്രിക്കുമാണ്. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചു കൊടുത്താൽ ഗവൺമെൻറ്റിന് പിന്നെ അവിടെ റോളില്ല. ഗവൺമെൻറ് റോൾ എടുക്കുന്നത് എപ്പോഴാണ്? അവിടെ ബഹുജന ബാഹുല്യം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് പിന്നീട് ഗവൺമെൻറ്റിന് കൈവരുന്നത്. അതാണ് മണ്ഡല വിളക്ക് കാലത്തൊക്കെ ഗവൺമെൻറ് ഇടപെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ശബരിമലയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും വസ്തുവകകൾ അകത്തോട്ടോ പുറത്തോട്ടോ പോകുന്നതിന് തീരുമാനമെടുക്കേണ്ടുന്ന കണ്ണിയല്ല, അല്ലെങ്കിൽ അധികാര കേന്ദ്രമല്ല മന്ത്രി. അതാണ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട കാര്യം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും അതിൻ്റെ അനുബന്ധമായും പാർലമെൻറ്റിന് മുമ്പിൽ 19 പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു സമരം നടന്നു. ആ സമരം കേരളത്തിന് നഷ്ടപ്പെട്ട വീതം വീണ്ടെടുക്കാനോ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരോ അല്ല. ആ സമരം നടത്തിയത് പോറ്റിയെ കയറ്റിയത് ആര് എന്ന് പാട്ടുപാടാനാണ്. ആ പാട്ടുപാടിയത് മുമ്പിൽ നിന്നുകൊണ്ട് പാട്ടുപാടിയ ആളിൻ്റെ പേർ അടൂർ പ്രകാശ് എന്നാണ്. അടൂർ പ്രകാശ് ഈ പാട്ട് പാടുമ്പോൾ പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെയാണ്. ഹിമാലയത്തിലൊരു മൃഗമുണ്ട്, കസ്തൂരിമാൻ. കസ്തൂരി അന്വേഷിച്ച് നടക്കുക എല്ലാ സമയത്തും അത്. പക്ഷേ അതിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ തന്നെയാണ് കസ്തൂരിയുടെ മണം ഇരിക്കുന്നത് എന്നതുപോലെ പോറ്റിയെ കയറ്റിയത് ആര് എന്ന കേരളം ഉയർത്തിയ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടി. അത് കോൺഗ്രസ്സാണ് പോറ്റിയെ കയറ്റിയത്. 2004 മുതൽ ഉള്ള അവസ്ഥയെടുത്ത മനസ്സിലാവും. എം പി ഗോവിന്ദൻ നായരായിക്കൊള്ളട്ടെ, രാമൻ നായരായിക്കൊള്ളട്ടെ, പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിക്കോട്ടെ, ഇവരൊക്കെയാണ് പോറ്റിക്ക് ശമ്പളം കിട്ടുന്ന ജോലി പോലും അവിടെ വാങ്ങിച്ചു കൊടുത്തത്. ആ പോറ്റി നിത്യസന്ദർശകൻ അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ. അടൂർ പ്രകാശിന് സമ്മാനം കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ഈന്തപ്പഴമാണെന്ന് പറഞ്ഞു. പിണറായി വിജയനാണ് ആ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണ്ണമായിരിക്കും. അടൂർ പ്രകാശിനായതുകൊണ്ട് അത് കുരു മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. അടൂർ പ്രകാശ് എത്ര തവണ പോറ്റിയെ കണ്ടു? പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ്? ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. അത് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ശ്രീ ജനീഷിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വസതിയിൽ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആര്? കൊടുത്ത സമ്മാനപ്പൊതി എന്ത്? കൊടുത്ത ദിവസം എന്ന്? ഇത് 3 കൃത്യമാണ്. കാരണം അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ഇയാളുടെ ID കാർഡ് മുഴുവൻ വാങ്ങിച്ചു വെച്ചിട്ട് അയാളെ അകത്ത് കയറ്റുകയുള്ളൂ. അപ്പം ഡേറ്റ് എന്താണെന്നറിയാം, അതുപോലെ കൊടുത്ത സാധനം എന്താണെന്നറിയാം. ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എത്ര തവണ ചോദിച്ചാലും ഇവർ പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അടൂർ പ്രകാശിന് റോളില്ലേ എന്ന് പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയതിൻ്റെ ഉത്തരവാദിത്വം അടൂർ പ്രകാശിനാണ്. പോറ്റി കൊടും ക്രിമിനലാണ്. അതുകൊണ്ട് പോറ്റിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, അടൂർ പ്രകാശിന് ഉത്തരവാദിത്വമുണ്ട്. ഇനി ചിത്രത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം ഞങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് 2 പാർലമെൻറ്റ് അംഗങ്ങളും വാങ്ങിച്ചവനും കൊടുത്തവനും കൊള്ള മുതൽ പങ്കുവച്ചവനുമെല്ലാം ഒരുമിച്ച് കച്ചവടമായിരുന്നു. ആ കച്ചവടത്തിന് ഏറ്റവും നല്ല ചിത്രം കിട്ടിയിട്ടുള്ളത് അവിടുന്നാണ്. അതുകൊണ്ട് കോടതി ഇടയ്ക്കൊന്ന് നിരീക്ഷിച്ചായിരുന്നു ഇതിനൊരു ഇൻ്റർനാഷണൽ ബന്ധമെന്ന്. ആ ഇൻ്റർനാഷണൽ ബന്ധം എന്തായാലും CPIMുമായി ബന്ധപ്പെട്ടുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ബന്ധത്തിന് ഉത്തരം പറയണം. 3ാമത്തെ കാര്യം, തന്ത്രിയെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു അക്ഷരം ഇടുന്നുണ്ടോ? തന്ത്രിയുടെ വീട്ടിലേക്ക് ED പോകാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ടോ? എന്താ കാര്യം? ശബരിമലയിൽ തന്ത്രി കൊടിമരം കൈമാറ്റിയത് ദേവപ്രശ്നം വെച്ചിട്ടാണ്. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ നന്ദനത്തിലെ
അല്ല, CPM-ന്റെ ഇന്റർനാഷണൽ നന്ദനത്തിലെ ജഗദീഷ് കുമാർ ഇതുവഴി എയർപോർട്ട് വഴിയേ ഉള്ളൂ. നിങ്ങൾ വെറുതെ അനാവശ്യമൊന്നും പറയരുത്. ഒരു നിമിഷം, രഞ്ജിത്ത് പറയാൻ എന്താ സൂചിപ്പിച്ചത്? എയർപോർട്ട് വഴിയുള്ള ഒരു നിമിഷം, ഞാൻ വിചാരിച്ചു ജനീഷെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന്. നിങ്ങൾ കോൺഗ്രസ്സുകാരല്ല ഇങ്ങനാണോ? രഞ്ജിത്ത് എന്താ പറഞ്ഞു? അല്ല, ഞാൻ വിചാരിച്ച് ജനീഷെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് ചർച്ച പങ്കെടുക്കുക. നിങ്ങളുടെ പല പ്രതികളെ പോലെ ഈ ചർച്ച അലമ്പാക്കുന്ന പരിപാടി നിങ്ങളുടെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒരു നിമിഷം, ജനീഷല്ല രഞ്ജിത്ത്. ഞാനൊരു ചോദ്യം ചോദിച്ചോളൂ, അതിൽ അങ്ങ് എത്ര പ്രകോപനാകേണ്ട കാര്യമില്ല. അങ്ങയുടെ ഉത്തരം ശരി, അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഞാനും കേട്ടോണ്ടിരിക്കണ്ടല്ലോ. ശരി. അല്ലല്ല, വളരെ സൗഹൃദത്തിൽ പോവാണ് ചർച്ച. അതെ, നിങ്ങൾ പറയുമ്പോൾ ഞാനും കേട്ടോണ്ടിരിക്കണ്ടല്ലോ. ഒരു നിമിഷം ഗോപൻ, ഒരു നിമിഷം. എനിക്കൊന്ന് രഞ്ജിത്ത് കേൾക്കാം. രഞ്ജിത്ത് രസകരമായ ഒരു കമന്റ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. രഞ്ജിത്ത് എന്താണ് അതൊന്ന് പറയാമോ? അല്ല, ഇതിലെ ഇന്റർനാഷണൽ ബന്ധം എന്ന് പറഞ്ഞത് ഈ ഇറ്റാലിയൻ ബന്ധമല്ല പറഞ്ഞത്. അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞത് ഇന്റർനാഷണൽ ബന്ധം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബന്ധമല്ല. അതുപോലെ തന്നെ CM മറ്റേ ഇവരുടെ എന്താ പറയുക, കസ്റ്റംസ് ആയിട്ടുള്ള മറ്റേ ഇത് വന്നല്ലോ, പിന്നെ എയർപോർട്ട് വഴിയുള്ള, അതുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് എവിടെ പോയി എന്നുള്ളത് പോറ്റി ഇത് കൊണ്ടു നടന്ന് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അന്വേഷിക്കാനാണ് പറഞ്ഞത്. ബന്ധത്തിലേക്ക് പോവാം, മറ്റേ ഹൈക്കോടതി ബന്ധത്തിലേക്ക് കോടതി യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഒരു വാചകമാണ് കേട്ടോ. അതാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട CPM നേതാവ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ കോടതി പറഞ്ഞത് ഇത് രണ്ടുമല്ല. കോടതി ഉപമ മാത്രമാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര ബന്ധം ഈ സുഭാഷ് കേസിൻ്റെത് പോലെ എന്നൊരു ഉപമ മാത്രമാണ് കോടതി പറഞ്ഞത്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നോ ഇല്ലയോ എന്നുള്ളത് കേരളം സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തന്ത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, നന്ദനം സിനിമയ്ക്കകത്തെ പാലാരിവട്ടം ശശിയുണ്ട്, ജഗദീഷ് കുമാറിൻ്റെ ദേവപ്രശ്നം സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന അത്തരം ഒരു ദേവപ്രശ്നം എടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിച്ച് കോടിക്കണക്കിന് ഭക്തരെ വഞ്ചിച്ച ഒരു തന്ത്രിയുടെ വീട്ടിലേക്ക് വഴിയറിയാതെ ഉഴലുന്ന ഇഡിയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പത്രസമ്മേളനത്തിൽ പറയാൻ താല്പര്യമില്ലാത്ത കോൺഗ്രസും ഇത് രാഷ്ട്രീയവൽക്കരിക്കുക. നിങ്ങൾ തന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനകത്ത് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇത് CPM-ന്റെ തലയിൽ വെക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. CPM-ന്റെ തലയിൽ ഇത് വരില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് ഇനി അരുൺ ചോദിച്ച ആശങ്ക തീർച്ചയായിട്ടും ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ബഹുമാന്യനായ രഞ്ജിത്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് പൂർണ്ണമായും തൊണ്ടി മുതൽ കണ്ടെടുക്കാതെ തെളിയിക്കപ്പെടേണ്ടി വന്നാലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും ശരി, ഈ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ആവിയായി പോകത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാലപരിധി തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കല്ലും നെല്ലും തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്വർണം ആര് കട്ടുമെന്ന് തെളിയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിന് മുമ്പിലുണ്ട്. അത് നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് ആവിയായി പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. വരുന്നതിന് പകരം എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. ഞാൻ ജനീഷിലേക്ക് വരാം. അതിനു മുമ്പ് ഒരൊറ്റ സംശയം. ഗോപൻ, താങ്കൾ പറഞ്ഞല്ലോ ഒരു ക്രിമിനലായ, ഒരു പെരിങ്കള്ളനായ ഈ പോറ്റിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് സമ്മാനപ്പൊതിയുമായിട്ട് എന്തിനാണ് അന്നത്തെ ദേവസ്വം മന്ത്രി പോയത്? എന്തിനാണ് അതിനോടൊപ്പം അന്നത്തെ റാന്നി MLA പോയത്? ഇപ്പോഴത്തെ പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി പോയത്? ഇത് ഒരു ചെറിയ കാര്യമല്ല. അന്ന് ഞാൻ കടകംപള്ളി എടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഫോണിലാണ് വിളിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം മന്ത്രിയുടെ ഫോണിൽ വിളിച്ച് ഈ പോലീസ് എസ്കോർട്ടോടുകൂടി വീട്ടിൽ വിളിച്ചു വരുത്തി അച്ഛന് സമ്മാനം കൊടുക്കാൻ മാത്രം കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത ബന്ധുവൊന്നും അല്ലല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്ത് ബന്ധമാണ് പറയേണ്ടി വരും. അത് ഡോക്ടർ അരുൺ, അതിന് മറുപടി നേരത്തെ ജനീഷ് തന്നെ പറഞ്ഞു. എങ്കിലും ഞാൻ ഒന്നുകൂടി ആ മറുപടിയിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള മറുപടി, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പം ആരാ അവിടെ? ദേവസ്വത്തിലെ ജീവനക്കാരനാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ കീഴ്ശാന്തിയായിട്ട് ശമ്പളം കൊടുത്ത് പോസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയട്ടെ. ആയിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി 2019. അയാൾ കേവലം ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു ചുമതലയും കടകംപള്ളി സുരേന്ദ്രൻ വഹിച്ചിരുന്ന സമയത്തുണ്ടായിരുന്നില്ല. ഞാൻ പറയാൻ ഡോക്ടർ അരുൺ, 2004 കണ്ഠർ രാജീവ് വഴി അദ്ദേഹത്തെ അവിടെ കൊണ്ടുചെല്ലുന്നു. അന്ന് രാമൻ നായരാണ് പ്രസിഡന്റ്. 2007 പരികർമ്മിയാക്കി. എന്നിട്ട് അത് ശമ്പളം ബോർഡ് കൊടുക്കണ്ടെന്ന് 2012-14 MP ഗോവിന്ദൻ നായർ കോൺഗ്രസ് നേതാവ് കീഴ്ശാന്തിയായിട്ട് നിയമിച്ചു. 2014 പ്രയാർ മേൽശാന്തിയുടെ അസിസ്റ്റന്റായിട്ട് നിയമിച്ചു. ഇത് അസിസ്റ്റന്റ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ സ്ഥിര ജീവനക്കാരനല്ല. മേൽശാന്തിക്ക് എപ്പോഴും മാറ്റിയെടുക്കുകയും ചെയ്യാവുന്നതാണ്.
അങ്ങനെ അയാൾക്കൊരു ശമ്പളം വാങ്ങിക്കാവുന്നതും അവിടെ ഒരു ആക്സസ് ഉണ്ടാക്കി കൊടുത്തതും പ്രയാർ ഗോപാലകൃഷ്ണനും ഗോവിന്ദൻ നായരും രാമൻ നായരും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ ഒരാൾ ദേവസ്വം മന്ത്രിയായിട്ട് വന്ന കടകംപള്ളിയോട് ഞാൻ ശബരിമലയിലെ ഇങ്ങനെ ആളിനാളായിട്ട് നിൽക്കുന്ന ഒരാൾ ചെന്നിട്ട് അയാളുടെ വീട്ടിലൊരു ചടങ്ങ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോകുന്നതിനപ്പുറത്ത് എന്താ അതിനകത്തുള്ളത്? ഇനി അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി ഞാൻ തീർത്തു പറയാം. ഇതൊന്നും അടച്ചങ്ങ് തീർത്തു പറയല്ല. കടകംപള്ളിക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നൂൽബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല, തെളിവ് വരട്ടെ, SIT വരട്ടെ, അന്വേഷിക്കട്ടെ, അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, ഒരു മടി അതിനകത്തില്ല. എന്തിനാ അതിനകത്ത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? ഇവരിപ്പോൾ അടൂർ പ്രകാശിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ, ആന്റോ ആന്റണിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ തെളിയിക്കാൻ നിൽക്കുകയാണ്. ശബരിമലയിൽ നിന്ന് മാത്രമല്ല, ഏത് ആരാധനാലയത്തിൽ നിന്ന് പോയാലും അത് തെളിയിക്കാൻ വേണ്ടി വാശിയോടുകൂടി നിൽക്കുകയാണ്. ഒരു ഇടവേള കൂടി വേണം ഗോപൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. സമയം അതിക്രമിച്ചുകൊണ്ടാണ്. മറ്റെല്ലാ അതിഥികളിലേക്കും വരാം. അല്പസമയം നമ്മുടെ ചർച്ച നീളും. ഞാൻ ജനീഷിലേക്ക് വരാം. കുറച്ചധികം സമയം അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും തീർച്ചയായും ജനീഷ് ചോദ്യം ചോദിക്കാം. നേരത്തെ പറഞ്ഞതിന് മറുപടി ഞാൻ ഇടപെട്ട് സമയം കളയുന്നില്ല. ജനീഷ്. അല്ല, ഈ നമ്മുടെ CPM-ന്റെ പ്രതിനിധി നന്നായി കേസ് വാദിച്ചു. പക്ഷേ പ്രതിക്ക് വധശിക്ഷ വാങ്ങി കൊടുക്കുന്ന ചില അഭിഭാഷകരുടെ സ്വഭാവത്തിലാണ് അദ്ദേഹം ഇവിടെ വാദിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുകയാണ്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡിൽ അവസാനിച്ചു, മന്ത്രിക്ക് പിന്നെ വേറെ റോളില്ല. ഈ ദേവസ്വം ബോർഡിന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ നിശ്ചയിച്ചതാരാ? ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ അംഗങ്ങളെ നിശ്ചയിച്ചതാരാ? ആ നിശ്ചയിച്ചതിന്റെ മാനദണ്ഡം എന്താ? ഏതെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണോ അവിടെ ആളുകളെ നിശ്ചയിച്ചു വെച്ചത്? രാഷ്ട്രീയമായ നിയമനമല്ലേ? അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായ നിയമനം നടത്തിയ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട ആ ദേവസ്വം ബോർഡിനകത്ത്, ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുറ്റകൃത്യമുണ്ടായാൽ ഇവർക്ക് രാഷ്ട്രീയമായ ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? ധാർമ്മികതയുടെ ഭാഗമായിട്ടൊരു ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചില്ലേ? ശരി, അദ്ദേഹത്തിന്റെ വാദം മുഖവിലേക്ക് എടുക്കാം. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനല്ല, ദേവസ്വം ബോർഡിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ദേവസ്വം ബോർഡാണ് ചെയ്തത്. ദേവസ്വം ബോർഡിനെ നിയമിച്ചത് രാഷ്ട്രീയ നിയമനമാണ്, CPM-ന്റെ അംഗങ്ങളാണ്. അപ്പോൾ CPM-ന്റെ പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിലിരിക്കുന്ന അംഗങ്ങൾ അറിഞ്ഞു നടക്കുന്ന ഒരു കളവിൽ CPM മറുപടി പറയണ്ടേ? ഉത്തരവാദിത്വമില്ലേ? അവർക്കതിരെ നടപടി എടുക്കണ്ടേ? നടപടി എടുത്തില്ലല്ലോ. ഇപ്പോൾ പറയുന്നു, ഇനി കടകംപള്ളി സുരേന്ദ്രനെതിരെ തെളിവുകൾ വന്നാൽ ഞങ്ങൾ സംരക്ഷിക്കില്ല. നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയല്ലേ? പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ SITക്ക് കൊടുക്കുന്ന രാഷ്ട്രീയമായ സന്ദേശം എന്താ? പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്നു, വാസുവിനെയും അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ച് നിർത്തി SITക്ക് കൊടുക്കുന്ന സന്ദേശം പാർട്ടി ഈ വിഷയത്തിൽ ഇവർക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന CPM-ആണ് ഇപ്പോൾ ഇരുന്ന് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് മരണത്തിന് പോയാൽ അതിൻ്റെ ഒരു ചിത്രം വന്നാൽ, അല്ലെങ്കിൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമാണ്. അടൂർ പ്രകാശിനെ അവർ വന്ന് കണ്ടാൽ അതൊരു കുറ്റമാണ്. കടകംപള്ളി അങ്ങോട്ട് പോയി കണ്ടാൽ അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇത് ഏത് കാലത്തിരുന്നുകൊണ്ടാണ് വാദിക്കുന്നത്? നോക്കൂ, അടൂർ പ്രകാശ് ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ല, കടകംപള്ളി ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയെ ഇത്തരത്തിലൊരു ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള ഒരാൾ വന്ന് കണ്ടാൽ അതിൽ കുറ്റം കാണാത്ത ഈ CPM-ന് എങ്ങനെയാണ് ഇവിടെ MP-ക്കെതിരെ കുറ്റം കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഇനി എല്ലാം പോട്ടെ, അദ്ദേഹം പറഞ്ഞതൊക്കെ മുഖവിലേക്ക് എടുക്കാം. ഈ പോറ്റി എങ്ങനെയാണ് ഈ സമീപകാലത്ത് നടന്ന ഭീമ ജ്വല്ലറിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ ഇത്ര സൗഹൃദത്തിൽ വന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള അടുപ്പമുണ്ടായി വരുന്നത്? അപ്പോൾ പോറ്റിയുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ്? ഇനി ഇദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ബന്ധമൊക്കെ ഉള്ളത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ബന്ധം ഈ കേസിന് വരുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്വർണം ഇപ്പോഴും കണ്ടുകെട്ടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് എവിടെ പോയി? അത് രാജ്യത്തിന് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയോ? അന്താരാഷ്ട്ര സ്വഭാവമുള്ള വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായോ അല്ലെങ്കിൽ ആന്റിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളുമായോ ഇതിന് ബന്ധമുണ്ടോ? അതെങ്ങനെയാണ് പുറത്തുപോയത് ഈ കാലഘട്ടത്തിലാണല്ലോ, ഇതേ സമാന കാലഘട്ടത്തിലാണല്ലോ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കച്ചവടം അല്ലെങ്കിൽ സ്വർണത്തിന്റെ കടത്ത് നടത്തിയെന്ന ആരോപണമൊക്കെ ഉയർന്നു വന്നത്. അന്ന് കടത്തിയ സ്വർണ്ണങ്ങളിൽ ഈ ശബരിമലയിലെ സ്വർണം കൂടി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഇന്റർനാഷണൽ ബന്ധമൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ CPM-ന്റെ പ്രതിനിധി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ 2019 ഇവിടെ നിന്ന് ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും കൊണ്ടുപോയതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ 2024 നിങ്ങൾ വീണ്ടും അത് കൊടുത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന ചോദ്യം വന്ന് പതിക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതിയുടെ ചോദ്യം വന്ന് പതിക്കുന്നത് എവിടെയാണ്? അത് പ്രശാന്തിലല്ലേ? ആ പ്രശാന്തിനെ ചോദ്യം ചെയ്യേണ്ട ഘട്ടമുണ്ടായപ്പോൾ പലപ്പോഴും അതിനൊക്കെ ഒഴിഞ്ഞു മാറുന്ന സമീപനം ഉണ്ടായത് കൊണ്ടാണല്ലോ SITയുടെ അന്വേഷണത്തെ നമ്മൾ ഇവിടെ സംശയിക്കുകയോ അല്ലെങ്കിൽ SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എല്ലാം കഴിയട്ടെ, ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊരു വാർത്ത ബ്രേക്കിംഗ് ആയി നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ വന്നു. ഇതുവരെ ചോദ്യം ചെയ്തില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ വരാതിരുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും SIT വിളിച്ചു വരുത്തി.
കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും SIT വിളിച്ചു വരുത്തിയിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് വാർത്ത പുറത്തു വന്നത്? ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? എന്തേ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് വിവരം കിട്ടാതെ പോയി? അപ്പോൾ നിങ്ങൾക്ക് പോലും വിവരം കിട്ടാതെ, നിങ്ങളുടെ സ്റ്റിങ്ങർമാർക്ക് പോലും വിവരം കിട്ടാതെ ചില കാര്യങ്ങൾ ചെയ്യാനും SITക്ക് അറിയാം. അത് പൊളിറ്റിക്കലായിട്ടുള്ള ചില ഡിസിഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്നത് വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ SIT ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്ന അന്ന്, ആ മാർച്ച് നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരെ വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കടകംപള്ളി പറഞ്ഞത് അതൊരു മുഖാമുഖമായിരുന്നു എന്നാണ്. SITയുടെ തന്നെ ചില പ്രതികരണങ്ങൾ പോലെ വന്നത് അത് അഭിമുഖമായിരുന്നു. ഇവർ അഭിമുഖം നടത്തുകയോ മുഖാമുഖം നടത്തുകയോ കിന്നാരം പറയുകയോ എന്നുള്ളതല്ല വിഷയം. ഇവരെ അവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് മറച്ചു വെക്കുകയും, എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാത്ത, ക്രിമിനലായി പ്രതി ചേർക്കപ്പെടാൻ പോലും സാധിക്കാത്ത, ആ കേസിന്റെ ക്രൈമിന്റെ പാർട്ടിന്റെ 7 അയലത്ത് പോലും ഇല്ലാത്ത ഒരു MP-യെ അനാവശ്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു എന്നുള്ള വാർത്ത കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാവുന്ന ഇവിടെ നിന്നാണ്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട്. രാഷ്ട്രീയമായ രീതിയിൽ ഇതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കേസിൽ രാഷ്ട്രീയമായി കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് CPM-ന് മാത്രമാണ്. കാരണം പോറ്റി വന്നതിന് ശേഷവും UDF-ഉം LDF-ഉം എല്ലാം തന്നെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരുടെ കാലത്താണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണം പോയത്? ഏത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ്? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണോ? അതല്ല പ്രശാന്തിന്റെ കാലത്താണോ? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണോ? പത്മകുമാറിന്റെ കാലത്താണോ? വാസുവിന്റെ കാലത്താണോ? വാസുവിനെ നിയമിച്ചതാരാ? പത്മകുമാറിനെ നിയമിച്ചതാരാ? ഈ പ്രശാന്തിനെ നിയമിച്ചതാരാ? ഇവരെല്ലാം നിയമിച്ചത് CPM-ന്റെ രാഷ്ട്രീയമായ നിയമനമല്ലേ? ഇവരൊക്കെ പേരിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഏത് സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്? കടകംപള്ളിയുടെ വിശ്വസനല്ലേ? അപ്പൊ കടകംപള്ളി മന്ത്രിയായി നിൽക്കുന്ന, നോക്കൂ, മന്ത്രിയായിരിക്കുന്ന കടകംപള്ളിക്ക് അടുത്തേക്ക് പോറ്റിക്ക് സ്വാധീനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പാർട്ടിലാണോ? അതല്ല ഭരണപക്ഷത്തല്ലാതിരിക്കുന്ന മറ്റൊരാളെ കണ്ടാൽ ആരുടെ പക്ഷത്താണ്? എല്ലായിടങ്ങളിലും സ്വാധീനം ഉറപ്പിച്ചു ജിനീഷ്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഒരു പക്ഷം കാണുമെന്ന് പറയാൻ പാടില്ലല്ലോ. പക്ഷെ താങ്കൾ പറയുന്നത് പോലെ ഭരണപക്ഷത്ത് LDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത LDF-നുണ്ട്. ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു ജിനീഷ് പറഞ്ഞ ഒരു ഭാഗം. അവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ ശ്രമിക്കുന്നത് ശരിയായ സമീപനമല്ല. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു ചോദ്യം, ഭരണത്തിലിരിക്കുന്ന സമയത്ത് CPM നിയമിച്ച 100% ഞാൻ താങ്കളോട് യോജിക്കുന്നു പൂർണ്ണമായും. ഭരണപക്ഷത്തിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി പോയി കാണുന്നത് പോലെയല്ല പ്രതിപക്ഷത്തിരിക്കുന്ന MP പോയി വീട്ടിൽ പോയി സന്ദർശനത്തിൽ. രണ്ടാണ്, സംശയമൊന്നുമില്ല ജനീഷ്. എന്നത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ശരി ജനീഷിനി, ഗോപൻ ചോദിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജനീഷിന് കിട്ടിയോ? ഈ സോണിയാഗാന്ധിയെ പോയി കണ്ടത് എന്നാണ്? ആരാണ് സോണിയാഗാന്ധിക്ക് പെർമിഷൻ വാങ്ങിക്കൊടുത്തത്? സോണിയാഗാന്ധിക്ക് സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണം വാങ്ങിയ ഈ ഗോവർദ്ധനും കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കൾക്കുണ്ട്. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. 2019 ഇത്തരത്തിലൊരു കൊള്ള ചെയ്ത ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള പോറ്റിക്ക് എങ്ങനെയാണ് DGP-ക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഗോപനം പറഞ്ഞാൽ മതി. അങ്ങനെ ഗോപൻ ഒരു ചോദ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് സ്വയം ദുരൂഹത തോന്നുന്നില്ല. സോണിയാഗാന്ധി കണ്ടാൽ അവിടെ ദുരൂഹത തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ജനീഷ്, ഒരു ചെറിയ പ്രശ്നമുള്ളത്, മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാണ്? ഭീമ ജൂബിലറി സ്പോൺസർ ചെയ്ത താക്കോൽ കൊടുക്കാൻ. കൊടുത്തത് എന്താണ്? എന്നാണ് കൊടുത്തത്? 2025 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2025 ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2025 ഈ DGP ചാർജ് എടുത്തതിന് ശേഷമാണ്. താങ്കൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2025 മുഖ്യമന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഭീമ ജൂബിലറിയുടെ ജീപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എന്താ എന്നുള്ളതിന് ഉത്തരം നമുക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കിട്ടി. എന്താണ് കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവും കിട്ടി. ജനീഷ്, താങ്കൾ കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായില്ലേ? ജനീഷ്,
ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയാം. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. താങ്കൾക്കും കൃത്യമായ മറുപടിയില്ല. താങ്കൾ അവർ അഡ്വക്കേറ്റ് ചെയ്യാണല്ലോ. 2019 ഇതുപോലെ ഒരു കേസിൽ കളവ് ചെയ്ത ഒരാൾ 2025 വരെ മുഖ്യമന്ത്രിയും DGPയും പങ്കെടുക്കുന്ന സമീപ സ്ഥലങ്ങളിലേക്ക് സ്വതന്ത്രമായി ഇവിടെ കൊള്ളക്കാരനാണെന്ന് തിരിച്ചറിയാൻ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ 100% എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അപാകത തോന്നുന്നില്ല. ശരി ജനീഷ്, നമ്മുടെ മുന്നിൽ രണ്ട് കൂടിക്കാഴ്ചകളാണല്ലോ. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് എന്താണ് 2025? കണ്ടത് എന്തിനാണ്? ഗൂർഖ ജീപ്പ് കൊടുക്കാൻ. കൊടുത്തത് എന്താണ്? ഗൂർഖ ജീപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഉത്തരം. തിരിച്ച് സോണിയാഗാന്ധിയെ കണ്ടത് എന്താണ്? കൊടുത്തത് എന്താണ്? അവിടേക്ക് കടന്നു ചെന്ന് ഗൂർഖ ജീപ്പ് കൊടുക്കാനും ഗൂർഖ ജീപ്പിന്റെ സമീപത്തേക്കൊക്കെ ചെല്ലാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വളരെ ലളിതമായിട്ടല്ല ചോദിച്ചത്. കേരളം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയല്ലേ, ഹോം മിനിസ്റ്റർ അല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി, DGP അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഈ ഷെയ്ഡി ക്യാരക്ടർ അവിടെ ചെന്നപ്പോ എന്തേ ഈ DGPക്ക് മനസ്സിലായില്ല ഇയാൾ ക്യാരക്ടറാണ്, എന്തേ കേരളത്തിന്റെ സംവിധാനത്തിന് മനസ്സിലായില്ല? പിന്നെയാണോ സോണിയാഗാന്ധിക്ക് അവർക്ക് എങ്ങനെ മനസ്സിലാക്കി എന്ത് തരത്തിലുള്ള ആളാണ്? എങ്ങനെ കോൺഗ്രസിന്റെ കാര്യമല്ലേ ഉള്ളൂ. ജനീഷ് ഉത്തരം പറയില്ല. നിങ്ങൾ പറയേണ്ട രാഷ്ട്രീയമായ മറുപടികളിൽ നിങ്ങൾ കിടന്ന് ഉഴപ്പിയിട്ട് നിങ്ങളിപ്പോ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണ്? അതിന് കണ്ടതിന് ശേഷം സോണിയാഗാന്ധിക്ക് ശബരിമലയിലുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്താലും അതെല്ലാം ഒരു കുറ്റമാണ്. ആളുകൾ കുറ്റവാളിയാണ്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയാം. ഫോട്ടോ ഇല്ലെന്ന് അതൊരു പ്രസക്തമായ കാര്യമാണ്. ദില്ലിയിൽ ജൻപഥിൽ സോണിയാഗാന്ധിയെ പോയി കണ്ടത് എത്ര പണമായി കിട്ടി, എത്ര ക്യാഷായി കിട്ടി പറയാൻ പറ്റൂ? ജനീഷ്, ഞാൻ നേരിട്ട് അങ്ങനെ ചോദിക്കാം. അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ജനീഷ് ശരിവെച്ചത് ശിവൻകുട്ടിയുടെ വാദമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ വലിച്ചഴച്ച് അവിടെ ചർച്ച നടത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ സാധിക്കില്ല. ശ്രീകുമാർ, അത് അനുവദിക്കാൻ സാധിക്കില്ല. സോണിയാഗാന്ധി ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് പങ്കുണ്ടാവും. സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന പാർട്ടിയുടെ ഉന്നതമായ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച. അവിടെ നിങ്ങൾ അയാൾ ഏതെങ്കിലും കാലത്ത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ചർച്ച നടത്താൻ സാധിക്കും? സോണിയാഗാന്ധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതാ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനീഷ് താങ്കൾ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ താങ്കൾ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടെത്തട്ടെ. നിങ്ങൾ എന്തിനാ അനാവശ്യമായ SIT കണ്ടെത്തട്ടെ. നമുക്ക് ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ്. എന്റെ ഭയം ഈ രാഷ്ട്രീയ രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടല്ല ഞാനും തിരിച്ചു പറയും. രണ്ടു ഭാഗം ശരി ശരി നിങ്ങളുടെ സമയമല്ല. ശരി, ഇനി എനിക്ക് രഞ്ജിത്തിലേക്ക് പോകാം. രഞ്ജിത്തിന് സമയം കൊടുക്കും. നമ്മുടെ ചർച്ച ആ ഘട്ടത്തിൽ SIT അന്വേഷിക്കട്ടെ എന്ന നിലപാടിൽ നമ്മൾ എത്തി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാം, ഇതൊക്കെ SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതെല്ലാം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. കടകംപള്ളിയെ മറയ്ക്കാൻ അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നു. അടൂർ പ്രകാശിനെ മറയ്ക്കാൻ അടുത്ത പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ സോണിയാഗാന്ധിയിലേക്ക് പോകുന്നു. ജനീഷ് വഴങ്ങൂ. എന്റെ ചോദ്യം അങ്ങ് കേട്ടു എന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ഞാനത് പറയാം. ജനീഷ് പറയേണ്ട ഉത്തരം കൂടി ഞാൻ പറയാം. 8 മിനിറ്റ് ജനീഷ് കേട്ടിരിക്കും. 2 കാര്യങ്ങൾ അതിലുള്ളത്. ഇപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്ത് പോയത് എന്നോട് ചോദിച്ചത് SITയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ്. വരില്ല എന്നുള്ളത് നമുക്ക് ദർ ഇസ് നോ ഡൗട്ട് ഇതതിൻ്റെ പരിധിയിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അത് വരാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, പക്ഷേ പൊതുജനത്തിന് തോന്നുന്ന ഒരു യുക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ CPM അവർ പറയുന്നത് എന്താണ്? അവർ വിശ്വാസികളല്ല. ഇന്ന് തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് അവരാരും വിശ്വാസികളല്ല. കോൺഗ്രസ്സുകാർ നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സുകാർ ദൈവഭക്തരാണ്, വിശ്വാസികളാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങൾക്കും പല രീതിയിൽ പല കാര്യങ്ങൾക്ക് പല ഇതിനെ കൊണ്ടുപോകാറുണ്ട്. അവർ ഭയങ്കര ഭക്തരാണെന്നുള്ളതാണ് ഇവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടാവുക. അതങ്ങനെ പല ഫേവേഴ്സിനും വേണ്ടിയിട്ട് ഇങ്ങനൊരു, പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുള്ള ശബരിമല ഈസ് എ ഹോട്ട് സെൻസേഷണൽ ടോപ്പിക്. വളരെ വൈകാരികമായിട്ട് പലർക്കും അടുപ്പമുണ്ട്. അവിടുന്ന് പലരും ഇവിടെ വരുന്നതാണ്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ആ ശബരിമല അമ്പലത്തിന് പോലും പല സമയങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അതിലുള്ള ഒരാളെയാണ് കൊണ്ടുപോയതായിട്ട് പറയുന്നത്. ഇവർ വിശ്വാസികളാണ്. അത് പോകാനുള്ള വേറെ ഒരു മാലഫൈറ്റ്സും ഇല്ലാതെ തന്നെ പോകാനുള്ള സാഹചര്യങ്ങൾ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവർ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവും. കോൺഗ്രസ് പാർട്ടീനെ അറിയുകയാണെങ്കിൽ ഈ CPM വിശ്വസിക്കാത്ത CPMൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ജനങ്ങൾക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറുന്നത്. അത് പ്രത്യേകിച്ച് ഈ ടൈം പീരീഡിൽ പോകുമ്പോഴാണ് നമുക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നോട് ചോദിച്ച വക്കീൽ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിച്ച കാര്യം, ഈ അലിഗേഷൻസിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് പോയത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല. മുഖ്യമന്ത്രിയുടെ എന്നോട് സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കോടെ ഞാൻ പറയുന്ന കാര്യം ഞാൻ കോമൺ സെൻസിലാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ആവശ്യമില്ല. ഇത് അവർ പറയേണ്ട വാക്കാലമായിരുന്നു. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിക്കില്ല. പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് ഏത് കാര്യവും പറയാം. അതിന് തെളിവുകൾ കൂടി വേണം എന്നുള്ളതാണ് അതിലുള്ള ഒരു പ്രശ്നം. ആ പ്രശ്നം തെളിവുകളിലേക്ക് പോകുമ്പോൾ അലിഗേഷൻസിലേക്ക് പോകാനുള്ള പടിയല്ല SIT ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടത് ഇതിലേക്കുള്ള ഒഫൻസിലേക്ക് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് പോയാൽ മാത്രമാണ് ഇത് അൾട്ടിമേറ്റ് ഒരു കൾമിനേഷനിലേക്കും അതിലേക്ക് പോയി ഒരു ഒഫൻസ് ബിൽഡ് ചെയ്ത് കൺവിക്റ്റ് ചെയ്യാൻ, റൈറ്റ്ഫുൾ കൺവിക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഹൈക്കോടതി അത് മേൽനോട്ടത്തിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പട്ടം വിട്ട പോലെ എന്നോ പറന്ന് പല സ്ഥലത്തേക്ക് പോയേനെ, ഈ അലിഗേഷൻസിലേക്ക് വരെ പോയേനെ. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം SIT ഇതിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല. അത് പോകാൻ പാടില്ല. ഏത് അലിഗേഷൻസിലേക്കാണെങ്കിലും അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൽ ഒഫൻസിലേക്ക് മാത്രമാണ്. ഒഫൻഡേഴ്സിലേക്കാണ് അവരുടെ ഫൈനൽ റിപ്പോർട്ട് പോകേണ്ടത്. ഓക്കെ, മഹേഷ് പണിക്കർ, നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ED കൂടി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സ്വർണ്ണക്കൊള്ള കേസ് തന്നെ ആവിയാകുമോ? ഒരു തരി സ്വർണം പോലും തിരിച്ചു കിട്ടാത്ത വിധം, ഈ പ്രതികളെ കൃത്യമായി ശിക്ഷിക്കപ്പെടാത്ത വിധം, അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ ഈ കേസിൻ്റെ ഇതുവരെയുള്ള പോക്ക് കണ്ടിട്ട്? ഇല്ല, തീർച്ചയായിട്ടും. കാര്യം ഇതിനകത്ത് അയ്യപ്പന്റെ ഒരു ഇടപെടലുകളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം നമ്മുടെ തന്ത്രി അകത്തായ ദിവസം എന്ന് പറയുന്നത് മകരമാസത്തിലെ ഉത്തര നക്ഷത്രമാണ്. ശബരിമലയിൽ പഴയ കാലത്ത് ആറാട്ട് നടന്നിരുന്ന ദിവസമാണ്. ഈ ആറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് ഈ പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് ആയുധമൊക്കെ കഴുകി രക്തക്കറയൊക്കെ കളയുന്ന ഒരു സംഭവമാണ് ഈ ആറാട്ടം എന്ന് പറയുന്നത്. ആറാട്ട് ദിവസമാണ് അതിന് ഇപ്പൊ അവർ നടത്തുന്നത് മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിലാണ് ആറാട്ട് നടത്തുന്നത്. കാര്യം അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി 2006 കാലഘട്ടത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പം അതൊക്കെ ഈ ആചാരപരമായ അല്ലെങ്കിൽ ദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവിടെ വീഴ്ച സംഭവിച്ചിട്ടുള്ളതിൻ്റെയും അതിന് ദേവൻ കറക്റ്റായിട്ട് അതിന് റിയാക്ട് ചെയ്യുന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ്. അതേ ദിവസമാണ് അവിടുത്തെ മഹാതന്ത്രിയെ കാരാഗ്രഹത്തിനകത്തേക്ക് ഈ പറഞ്ഞ മകരമാസം ഉത്തര നക്ഷത്രത്തിൽ കയറുന്നത്. കാര്യം പഴയ ആറാട്ട് നടന്ന ദിവസം തന്നെയാണ്. അതതിൻ്റെ ഒരു വലിയ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യപ്പൻ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതിനകത്ത് മോഷ്ടിച്ച ഈ പാളികൾ തന്നെ, യഥാർത്ഥ പാളികൾ തന്നെ തിരിച്ചു വരും. SITയുടെ അന്വേഷണം ആ ദിക്കിൽ തന്നെ പോകും. ഈ ജയറാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പിറകിൽ ഈ അന്വേഷണം പോയി അത് കണ്ടെത്തി അത് പുറത്തു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്കൾ പറഞ്ഞതുപോലെ തുലാമാസത്തിലെ ഉത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റ് കയറി
മകരമാസത്തിലെ ഉത്തരത്തിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങാൻ പോവുകയാണ്. അതാണ് ഒരു ആശങ്ക. താങ്ക് യു. അതിഥികളായി എത്തിയ ഡോക്ടർ പി കെ ഗോപൻ, OJ ജനീഷ്, ഒപ്പം മഹേഷ് പണിക്ക്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാല ചർച്ചയിൽ ചെന്നു. Debate with Dr. Arun Kumar.